യൂണിഫോമിലല്ലല്ലോ നിങ്ങള്? യൂത്ത് ഫെസ്റ്റിവൽ ഒന്നും എടുക്കാൻ പറ്റില്ല. എഴുതിയെടുത്തോ. ക്ലാസ്സുള്ള ടൈമിൽ നടക്കുള്ളൂ കേട്ടോ. കാർഡ് എവിടെ? നിങ്ങളുടെ കാർഡ് എവിടെ? മറന്നുപോയാ? അന്ന് ഇറങ്ങിക്കോ. നിങ്ങൾ സ്ഥിരം വരണമൊന്നും പറഞ്ഞില്ല. ഇവിടെ നിങ്ങളോട് ആരെയും സീറ്റിലിരിക്കാൻ പറഞ്ഞ ആരാണ്? സീറ്റിൽ കയറി ഇരിക്കാൻ പറഞ്ഞ പഠിക്കാൻ പോണെന്ന് പറഞ്ഞത് ഭാഷ നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മതി. സ്ഥിരം പോണത് ഞാനിവിടെ കണക്ക് കുടിക്കുമ്പോൾ എന്റെ പൊള്ളക്ക് കുടിക്കുന്നവരാണ്. അവർക്ക് സീറ്റ് തരാനുള്ള അവകാശം അവർക്ക് ഉണ്ടെന്നുള്ളത്. നിങ്ങൾ ടാക്സ് ലൈറ്റ് അളവ് തരുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഈ പറയുന്ന കാർഡ് കൊടുത്തിട്ട് ഫീസും കൊടുത്ത് പോയാലും ഇവരുണ്ടല്ലോ, ഈ കുട്ടികൾക്ക് സീറ്റ് ഒഴിവുണ്ടെങ്കിൽ ഇരുത്തില്ല വരും. പാവങ്ങളെ പിടിച്ചിങ്ങനെ നിർത്തും. കുട്ടികളെ കണ്ടപ്പുറത്ത് നാളെ ഈ പരിപാടി ആയിരുന്നിട്ടാ. കാട്ടിൽ തന്നെ ഓടിക്കയറി ബസ്സിൽ കയറി വരരുത്. മറന്നു പോയിട്ട് പറഞ്ഞിട്ട് പഠിക്കണ കുട്ടികൾക്ക് എന്താ അത്ര മറക്കാന്? അത് പിടിക്കും. കൊച്ചു പിള്ളേരെ മറവി പോലും. ഒരു മിനിറ്റ് കേട്ടാ. പാസഞ്ചർ വരാണ്ട് സ്റ്റോപ്പൊന്നും ഇല്ലല്ലോ. സ്റ്റോപ്പ് ഇപ്പൊ ഇവിടെ സ്ഥിരം ഇതാണ്. ഒരാള് ആൾക്കാരെ എങ്ങനെ വണ്ടി എടുത്തിട്ടാണ് കയറണേ? എന്റെ സാറെ പോണെങ്കിൽ പോവാ. ഇത് സ്ഥിരം പാസഞ്ചറാണ്. എനിക്ക് കുഴപ്പമില്ല. ആരും വേറെ ബസ്സിൽ കയറി പോകില്ല. ആളാണെങ്കിൽ കുഴപ്പമില്ല. സ്ഥിരം വരണം. എല്ലാരും ഒന്നും ഇരിക്കണേ. ആളാണേ അത് പറഞ്ഞത്. സുഹൃത്തെ ഇക്കണ്ട ആളുകളെ മുഴുവൻ ബസ്സിൽ നിർത്തിയിട്ടല്ല പരിപാടി ചെയ്യണം. എന്ത് തമ്മാടിത്തരാണിത്? നിങ്ങൾക്ക് എന്താ വേണ്ടേ? അല്ല, ഇത് കുറച്ചു നേരം എടുക്കുവോ? എന്താ ഞാൻ മൂത്രം ബസ് നിർത്തിട്ട് ആൾക്കാർ വേണോണ്ടാക്കണം. ബസ് നിർത്തിട്ടേക്കണേ. ഒരു മിനിറ്റ് ചേട്ടാ. ഇവിടെ നിങ്ങൾ ഇത് നിർത്തിയിട്ടുള്ള സമയം നിങ്ങൾ ഇനി ഓടിയിട്ട് മുതലാകൂലേ? വേണേ പോയാ നീ ചേട്ടന് ധൃതിയിൽ പോണ്ട. നിങ്ങൾ വണ്ടി എടുക്കാൻ പറഞ്ഞു. നിങ്ങൾ ഇത്രയും നേരം തിരക്കാറുന്നല്ലേ വണ്ടി സ്പീഡിൽ പോകണം പറഞ്ഞു. ഞാൻ മൂത്രം ഈ ഗ്യാപ്പിൽ വേണമെങ്കിൽ മൂത്രം ഒഴിച്ചിട്ട് പോകാൻ പറ്റില്ല. ഇനി ആർക്കെങ്കിലും പച്ചക്കറിയോ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചോ. വണ്ടി പോഴൊന്നും പോവില്ല. ആക്കം പോലെ വന്നാൽ മതി. വണ്ടി പോട്ടെ. അപ്പൊ ഒരു മിനിറ്റ്. ശീതളായത് നിന്റെ കൂട്ടുകാരന് വേണ്ടിട്ട് വണ്ടി ഇത്ര സമയം നിർത്തിയിടാനൊന്നും പറ്റില്ല. ആൾക്കാരെ ഞാൻ സമാധാനം പറയേണ്ടി വരും. ആള് വരുന്നുണ്ട്. കുമ്മന്റെ അസുഖങ്ങളാണ്. ആള് വരുന്നുണ്ട്. ഇരിക്കാമാവെന്ന് അവിടെ എവിടെ ശീതള? ഞാൻ പറഞ്ഞില്ല സാറേ. ആള് വന്നോണ്ടിരിക്കണെന്ന്. എന്തൊരു കഷ്ടമാണ്. ഇപ്പൊ വരുന്നത്. അതെ വരുന്നുണ്ട്. അതെ ആള് വന്നിട്ടാ. ഞാൻ വെറുതെ വേളം ഉണ്ടാക്കിയാണ്. ഇവന്മാര് കിടന്ന് വേളം ഉണ്ടാക്കിട്ടെ ഓടിയാ. സാരില്ലാന്ന് വേർത്തല്ല. കാര്യമുണ്ട്. ബാക്കിയേറ്. ഹലോ, എന്തോ കാത്തു നിന്ന ആള് വന്നില്ലേ? നീ വണ്ടി എടുക്കല്ലേ? ആ വണ്ടി എടുക്കാനുള്ള വണ്ടി എടുക്കാണ്. ഞങ്ങൾ ഇത്ര കാത്തുക്കായിരുന്നു. വാ. വണ്ടി പോട്ടെ. അതെ ശീതള, എന്തോ പതിവായിട്ട് ഇങ്ങനെയാണ് ആളെ കയറ്റണേ? എന്റെ സാറേ, സാറിന്റെ ഒരു രൂപ കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സാറേ. ഇത് അങ്ങനെ അങ്ങ് ശീലമാക്കണ്ട കേട്ടോ സാറേ. എനിക്ക് വേറെ പണിയൊക്കെ കിട്ടും കേട്ടോ. നിനക്ക് കിട്ടും. അവളെ ആങ്ങളയുടെ കയ്യിൽ നല്ലൊരു ആങ്ങളയുണ്ട്. എവിടെയാണ് ചേട്ടാ ഇത് ചേട്ടാ? എന്ത് പണിയുടെ കാണിക്കണം? ഞാൻ പറഞ്ഞിട്ടല്ലേ പോയേ. ചേട്ടാ സ്ത്രീകളുടെ സീറ്റ് കയറി ഇരിക്കല്ലേ? ഞങ്ങള് മാറിയാണ്. ഒരു കഷ്ടമാണ്. ഇയാൾക്കിരിക്കല്ലേ? കണക്കോക്കാരിക്കണേ. ആ കുമ്പളങ്ങ വളവിലെറ്റൊന്ന് ബെല്ലടിക്കണം കേട്ടോ. എന്താണ്? കുമ്പളങ്ങ വളവിലെറ്റൊന്ന് ബെല്ലടിക്കണം. ആളിറങ്ങണം. അവിടെ സ്റ്റോപ്പില്ലാട്ടാ. ബെല്ലടിച്ചാ മതി. പക്ഷേ സ്റ്റോപ്പില്ലെന്ന് ഡ്രൈവർക്ക് ഭ്രാന്ത് വരുമെന്ന്. ഡ്രൈവർ കേൾക്കണ്ടടിച്ചാ മതി. ഇന്നലെ കണ്ടില്ല. അപ്പൊ നീ സമ്മതിച്ചല്ലേ? പറയാനോ ഉണ്ടാക്കും പറഞ്ഞ ഇറങ്ങിയിട്ടില്ല.
കഴിഞ്ഞ സ്റ്റോപ്പിൽ നിന്ന് കയറിയ ആൾക്കാർ ടിക്കറ്റ് മേടിച്ചോണേ. ടിക്കറ്റ്സ് കൊടുക്കാനുള്ളവർക്ക് ടിക്കറ്റ്സ് കൊടുത്തേക്കണേ. അവിടെ ടിക്കറ്റ്സ് മേടിക്കാൻ സ്റ്റോപ്പിൽ നിന്ന് കയറിയാലൊക്കെ എടുത്തിട്ടുണ്ട് ടിക്കറ്റ്. കേറി പോട്ടെ 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 പോട്ടെ. ഇതൊന്നും നോക്കായിരുന്നു. ടിക്കറ്റ് എടുക്കണം. എണീക്കാൻ പോണെന്ന് ടിക്കറ്റ് തരണ്ടേ നിങ്ങക്ക്? ടിക്കറ്റ് ഇരുന്നാണോ നിനക്ക് തരാൻ പാടുള്ളൂ? ആ ടിക്കറ്റ് എടുത്താ മറിമായം.